ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ചാറിൻ്റെ റെസിപ്പികൾ വരുന്നുണ്ടല്ലോ ഒന്ന്. അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചോറിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ആ ചോറ് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാം. ഇപ്പോൾ കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൈരും ചോറും ഒക്കെ ആണെങ്കിൽ തൈരിൻ്റെ കൂടെ ചേർത്തിട്ടാണെങ്കിലും ഒരു കഷ്ണം അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊണ് കഴിക്കാം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് നമ്മുടെ ബീട്രൂട്ട് അച്ചാർ. അപ്പോൾ ബീട്രൂട്ട് അച്ചാർ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് കുറച്ച് വ്യത്യസ്തമാണ്. ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങൾ ആ ബീട്രൂട്ട് അച്ചാർ കണ്ടിട്ടില്ലെങ്കിൽ അതും കണ്ടോളൂ. ഈ ഒരു ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അച്ചാറിൽ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടില്ല. അതുപോലെ തന്നെ ഇതാ ഇത്രയും തിക്നെസ് കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒട്ടും തിക്നെസ് വേണ്ട, പക്ഷേ കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്യണം എന്ന് മാത്രം. നീളവും വീതിയും കുറച്ച് കൂട്ടി കട്ട് ചെയ്യണം. അങ്ങനെ ഒരു ബീട്രൂട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ടിന് ഒരു ചെറു മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ 5 ഈന്തപ്പഴം മതി. ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈന്തപ്പഴത്തിന് എണ്ണം കൂട്ടാം. ഞാനിപ്പോൾ 5 എടുത്തിട്ടുള്ളൂ. ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ഉണ്ട വെളുത്തുള്ളി മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പീസ് ഇഞ്ചിയാണ്. പിന്നെ നമുക്ക് എരിവനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുമല്ലോ, അച്ചാറാകുമ്പോൾ എന്തായാലും മുളക് പൊടി ചേർക്കാതെ പറ്റില്ല. പിന്നെ വിനാഗിരി ചേർക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കമൻസ് വരാറുണ്ട് അച്ചാറിനൊക്കെ വിനാഗിരി ചേർത്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ദോഷമല്ലേ, വിനാഗിരി ഇത്രയും കഴിക്കുന്നത് ശരീരത്തിന് ദോഷമല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഒരു അച്ചാർ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ മറുപടി പറയാമെന്ന് വിചാരിച്ചു. ഈ അച്ചാർ മുഴുവനും കൂടി നമ്മൾ ഒരു ദിവസമല്ലല്ലോ കഴിക്കുന്നത്, പല ദിവസങ്ങളായിട്ട് ഒരുപാട് നാളുകൾ കൊണ്ടാണ് ഈ അച്ചാർ കഴിച്ചു തീർക്കുന്നത്. അപ്പോൾ വളരെ ചെറിയൊരളവിൽ വിനാഗിരി നമ്മുടെ അകത്തേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അത്രയും വളരെ ചെറിയ അളവിൽ കഴിക്കുന്നത് കൊണ്ട് ഒരു ദോഷമില്ല കേട്ടോ. നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അച്ചാറുകൾ കഴിക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ അളവിൽ വിനാഗിരി അവർ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ പ്രിസർവേറ്റീവ്സും ചേർക്കുന്നുണ്ട്, അച്ചാർ മോശമായി പോവാതിരിക്കാൻ. നമ്മൾ വീട്ടിൽ വിനീഗർ മാത്രമേ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിനീഗർ ചേർക്കുന്നതുകൊണ്ട് മോശമൊന്നുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുമിച്ച് നമ്മളിത് മുഴുവനും കഴിക്കാത്തതുകൊണ്ട്, ചെറിയ അളവിൽ കഴിക്കുന്നതുകൊണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പുളിവെള്ളം ചേർത്താൽ എങ്ങനെ ഇരിക്കും എന്ന്. പുളിവെള്ളം ചേർത്തിട്ട് അച്ചാർ ഉണ്ടാക്കിയാൽ അച്ചാർ മോശമായി പോകും കേട്ടോ, വേഗം തന്നെ മോശമായി പോകും. അച്ചാറിൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല അതിന്. പുളിവെള്ളം ചേർത്തുണ്ടാക്കുന്നതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന്. കറക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി പുളിവെള്ളമാണ് താല്പര്യമെങ്കിൽ പുളിവെള്ളം ചേർത്ത് ഉണ്ടാക്കാം, ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിൻ്റെ എത്ര നാൾ സൂക്ഷിച്ച് വയ്ക്കാം എന്നൊന്നും എനിക്ക് പറയാനറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ പുളിവെള്ളം ചേർത്ത് ഉണ്ടാക്കാറില്ല. ഞാനിവിടെ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുന്നത് വിനാഗിരി ചേർത്തിട്ടാണ്. അത് ഇതുവരെ ആർക്കും ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് അച്ചാർ ഉണ്ടാക്കുന്നതാണ്. ഞാൻ വർഷങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. 2 വർഷം മുന്നേ 3 വർഷം മുന്നേ ഒക്കെ ഉണ്ടാക്കിയ അച്ചാറുകൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അത്രയും ഒരു സ്പൂണിൻ്റെ തുമ്പിൽ കുറച്ച് വളരെ ചെറിയൊരളവിലേ നമ്മൾ എടുക്കുള്ളൂ അച്ചാർ കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അത് ഡെയിലി കഴിക്കാമില്ല. അപ്പോൾ അത് മോശമായി നമ്മുടെ ശരീരത്തിനെ ബാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ഇഷ്ടമാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കണ്ടോളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വെളുത്തുള്ളി വലിയ അല്ലിയാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അധികം വലിയ അല്ലിയല്ല, ചെറിയ അല്ലിയാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ ചേർക്കുകയാണ്. വലുതുള്ളത് മാത്രം 1-2 ഉള്ളൂ, അത് മാത്രം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ലെണ്ണ, അതായത് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ തന്നെ അച്ചാർ ഉണ്ടാക്കുക. ഈ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് 1 ടീസ്പൂൺ കടുക് മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി അച്ചാറല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ തന്നെ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവയും കടുകും പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്ക് ഇനി ചേർക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ, ബീട്രൂട്ടാണ്. ഉലുവ കരിഞ്ഞു പോകുന്നതിന് മുന്നേ ആയിട്ട് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കണം. ബീട്രൂട്ട് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് സമയം എടുക്കും ബീട്രൂട്ട് വഴന്ന് വരാനായിട്ട്.
ഒരു 4-5 മിനിറ്റ് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്താലേ ബീട്രൂട്ട് കുക്കായി വരുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല. ബീട്രൂട്ട് ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബീട്രൂട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് കട്ടായി വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കട്ടായി വരുന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് കുക്കായിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈന്തപ്പഴവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർന്ന് വീണ്ടും നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ എണ്ണ ഇത്രയും വേണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നണ്ട. എണ്ണ ഇത്രയും വേണം കേട്ടോ. നമുക്ക് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാനുള്ള അച്ചാറാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കുകയാണ്, ഉടനെ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കുറവൊഴിച്ചാലും മതി. പക്ഷെ നമ്മളിത് കുറച്ച് ദിവസത്തേക്ക് വയ്ക്കുമ്പോൾ എണ്ണ ഇത്ര തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി എണ്ണയിൽ കിടന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരാനും ആ ഇഞ്ചിയൊക്കെ ഒന്ന് കുക്കായി വരാനായിട്ടാണ് നമ്മൾ 10 മിനിറ്റ് ടൈം പറഞ്ഞത്. 10 മിനിറ്റ് ഒന്ന് ഇതെല്ലാം ചേർന്ന് വഴന്ന് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട. എണ്ണ ഉണ്ടാവണം എന്ന് മാത്രം ആവശ്യത്തിന്. ഇതെല്ലാം കിടക്കുന്നതിൻ്റെ നമ്മുടെ ബീട്രൂട്ടിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒപ്പം നിൽക്കുന്ന രീതിയിൽ എണ്ണ ഉണ്ടാവണം. ഈ രീതിയിൽ വെച്ചിട്ട് നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് നോക്കുമ്പോൾ മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും കുക്കായിട്ടുണ്ട് കണ്ടോ. രണ്ടായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇത്രയും സമയം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ബീട്രൂട്ട് വഴറ്റിയതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മുടെ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത്, നമ്മൾ അച്ചാറിലേക്ക് ആദ്യം ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ കായപ്പൊടി അതും ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് എരിവിനായിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിലും അച്ചാറിനൊരു കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാൻ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ പിന്നെ കൂടുതൽ ചേർക്കരുത് കേട്ടോ. പൊടികളൊക്കെ ഇനി എണ്ണയിൽ നന്നായിട്ട് കുക്കായി വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റരുത്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്തിട്ട് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇത്രയും ക്വാണ്ടിറ്റി ബീട്രൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് മുളക് പൊടി കരിഞ്ഞു പോകില്ല കേട്ടോ. നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കരിയാതെ കിട്ടിക്കോളും. മുളക് പൊടി നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വിനിഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അച്ചാർ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഉലുവപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി കായപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അച്ചാർ പൊടി മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ വിനിഗറും കൂടി ചേർക്കുകയാണ്. ഒരു 1/4 കപ്പ് വിനിഗർ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും വിനിഗർ ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ തിളപ്പിച്ച് കഴിയുമ്പോഴേ നമ്മുടെ ആ കഷ്ണങ്ങളിലേക്ക് വിനിഗർ ഒന്ന് പിടിച്ചു വരുള്ളൂ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും മധുരവും പുളിയും എല്ലാം ചെക്ക് ചെയ്യാം. അതിനുശേഷം എന്തൊക്കെയാണ് കുറവുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു അച്ചാറിൻ്റെ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈന്തപ്പഴമൊക്കെ നമ്മുടെ അച്ചാറിലേക്ക് മിക്സ് ആയി കഴിഞ്ഞു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. മധുരം കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മധുരവും കൂടി ഉണ്ടെങ്കിലാണ് ഈ ഒരു അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് ആവുക. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു ചെറിയ മധുരം മതി എന്നുണ്ടെങ്കിൽ അത് മതി. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എരിവ് പച്ചമുളകിൻ്റെയും നമ്മുടെ മുളക് പൊടിയുടെയും ഒക്കെ ചേർന്നിട്ട് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി വിനിഗറും ചേർക്കുന്നില്ല. പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് ഈന്തപ്പഴം അച്ചാറിൻ്റെ പരിപാടി. നിങ്ങൾക്ക് ബീട്രൂട്ടും ഈന്തപ്പഴവും എടുക്കുമ്പോൾ ഈന്തപ്പഴം ബീട്രൂട്ടിൻ്റെ പകുതി ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചേർക്കുന്ന വിനിഗറിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്തേണ്ടി വരും. അതുപോലെ തന്നെ പഞ്ചസാര ചേർക്കേണ്ടി വരില്ല. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ എണ്ണ ഇത്രയും വേണം. നമ്മൾ കുപ്പിയിലാക്കി വയ്ക്കുമ്പോൾ വീണ്ടും എണ്ണയൊന്നും ഒഴിച്ച് വയ്ക്കേണ്ട. ആ കുപ്പിയുടെ മുകളിൽ എണ്ണ നിന്നോളും ഇതുപോലെ തന്നെ.
അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ഈസി അച്ചാർ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അച്ചാർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് മുറിച്ചതാണ് വെളുത്തുള്ളി. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ചൂട് മാറി കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുക. ഇന്ന് തന്നെ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ആ ഈന്തപ്പഴത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടിലേക്കും ഒക്കെ പുളിയും എരിവും ഒക്കെ ഒന്ന് പിടിച്ചു വന്നിട്ട് ഉപയോഗിക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുറമേ വെച്ച് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെക്കണം എന്നുള്ള ആ ഒരു ഇതൊന്നും വേണ്ട. ഇങ്ങനെയുള്ള അച്ചാറുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് പുറമേ വെച്ചിട്ട് 1-2 മാസം കഴിഞ്ഞാലും മോശമായി പോവില്ല കേട്ടോ. ഉറപ്പായിട്ടും നന്നായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ, എങ്ങനെയുണ്ടായിരുന്നു, അച്ചാർ ഉണ്ടാക്കാൻ എളുപ്പമാണോ എന്നൊക്കെ. നിങ്ങൾ ഇതുപോലെയുള്ള വെറൈറ്റി അച്ചാറുകളൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി എനിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരണേ. അപ്പം എല്ലാവർക്കും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയതായി കാണുന്ന ആളുകൾ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.